ഹായ് ഡിയർ ഗൈസ്, ഇന്ന് ഞങ്ങൾ പനീർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരാനായിട്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഗ്ലാസ്സിലെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണമില്ല, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാല് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഈ പിഴിഞ്ഞ് വെച്ച് ചെറുനാരങ്ങ നീര് അതിലൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ആ ഇളക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പനീർ നന്നായിട്ട് പിരിഞ്ഞ് അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പനീർ നന്നായിട്ട് വേറിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് തീ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് ആ പിരിഞ്ഞു വന്ന പനീറൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. അതിനുശേഷം വൃത്തിയുള്ളൊരു തുണിയിൽ അതിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ജലാംശമൊക്കെ മാറ്റി നന്നായിട്ട് ജലാംശം മാറ്റിയെടുത്തതിന് ശേഷം ആ തുണി തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കനം വയ്ക്കുന്നു. അതൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് തണുത്തതിന് ശേഷം പനീർ ഈ ആകൃതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല പനീറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ള പനീറായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.